കാര്യം രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ശ്രീ കരീം മുസ്ലിയാർ അവർകളെ മുമ്പ് തന്നെ ചെന്ന് കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. ജനുവരിയിൽ ഇത് അറിഞ്ഞപ്പോൾ, ഇത് സംഭവിച്ച ജനുവരിയിലാണ്, കാസർഗോഡുള്ള സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. കണ്ടിറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ശ്രീ കരീം മുസ്ലിയാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നന്മയാണ്, ശ്രദ്ധിച്ചോണം. നമ്മുടെ നാട്ടിൽ ഇനിയും ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത്. കരീം മുസ്ലിയാരുടെ വാക്കുകളാണ്. നമ്മുടെ നാട്ടിൽ ഇനിയും ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത്. ഈ പാവ മനുഷ്യൻ. അപ്പം നമ്മുടെ ഉസ്താദ് അൻസാരി സൂര് പറഞ്ഞ കാര്യത്തോട് വളരെയധികം യോജിപ്പാണ്. നമുക്ക് പുതിയൊരു കൾച്ചർ തുടങ്ങണം. ആ കൾച്ചർ എന്താ? നമ്മുടെ ക്രിസ്ത്യൻ പള്ളികള് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് വന്നപ്പോൾ പോലും ക്രിസ്ത്യൻ പള്ളികൾ എടുത്ത നിലപാട് പ്രവാചകൻ മുഹമ്മദിനെ അങ്ങനെ പറഞ്ഞത് 100% തെറ്റാണെന്നാണ്. അദ്ദേഹത്തെ പിരിച്ചുവിടുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തവരെ പിരിച്ചുവിടുകയും തുടങ്ങി ഒരുപാട് സ്റ്റെപ്പുകൾ അവരെടുത്തു. നമ്മുടെ നാടിന്റെ മഹത്വം എന്താ? ABC എന്നിരിക്കട്ടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിരിക്കട്ടെ, ഈ 3 മതങ്ങളെയും ബഹുമാനിക്കുകയും അതിൽ ഏതെങ്കിലും മതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ മതത്തിലെ ആൾക്കാർ അതിനെ എതിർത്ത് പറയുകയും സഹോദര മതങ്ങളിലുള്ളവരെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രീ ഉസ്താദ് അൻസാരി അടക്കം നമ്മുടെ ആധുനിക കാലത്ത് ഒരുപാട് പേര് ആ രീതിയിൽ ഞങ്ങളെ പോലെയൊക്കെ ബഹുസ്വരമായി എല്ലാ സമൂഹങ്ങളിലും ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ഒരുമിച്ച് പുതിയൊരു കൾച്ചർ കൊണ്ടുവരണം. ആ കൾച്ചറിൽ നമ്മുടെ അടക്കം സമൂഹത്തിലുള്ള തീവ്ര സ്വരക്കാരെ, ഇപ്പം ഈ വീഡിയോയുടെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണണം, ഞാൻ അതിനൊരു കണ്ടീഷനും പറഞ്ഞിരുന്നു. മുസ്ലിം സമൂഹത്തോട് പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയോ തെല്ലി പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിലുള്ള തെറ്റുകളാണ് നമ്മൾ മാറ്റി പറയേണ്ടത്. ഉദാഹരണം, സുരേന്ദ്രൻജിയുടെ മലപ്പുറത്തെ കുറിച്ചുള്ള പ്രസ്താവന, വെള്ളാപ്പള്ളി സാറിന്റെ മലപ്പുറത്തെ കുറിച്ചുള്ള പ്രസ്താവന, അല്ലെങ്കിൽ PC ജോർജ് സാറിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തെല്ലി പറയാൻ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം നമ്മുടെ ഇടയിലുള്ള തീവ്രതയെ തെല്ലി പറയാൻ കാരണം ഒരു ആർജവം കാണിക്കണം. 100% ഉസ്താദ് അൻസാരി പറഞ്ഞതിനോട് യോജിക്കുന്നു. അത് കേൾക്കേണ്ട കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ മനസ്സിൽ പലപ്പോഴും ഉള്ള വേദനയും വിഷമവുമാണ്. ഇതിനോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം, അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കരീം മുസ്ലിയാർ അടക്കമുള്ള കാര്യങ്ങളിൽ ഞാൻ എടുത്ത സമീപനം കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം. ഇന്നല്ല, 2019, ഇതിനേക്ക് 6 വർഷം മുമ്പാണ്, 6.5 വർഷം മുമ്പാണ് എടുത്ത സമീപനം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഏകദേശം 600 കിലോമീറ്റർ യാത്ര ചെയ്താണ് മംഗലാപുരത്ത് പോയിട്ടാണ് കണ്ടത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, മംഗലാപുരത്ത് പോയിട്ടാണ് കണ്ടത്. അപ്പൊ നമ്മുടെ ഇടയിൽ ഇനിയും വരുന്നൊരു തലമുറയിൽ നമ്മുടെ ഉസ്താദ് അൻസാരി അവർകളെ പോലെ മറ്റ് വ്യത്യസ്ത ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ ഇടയിൽ ഈ സെൻസ് ഓഫ് മോഡറേഷൻ അല്ലെങ്കിൽ മധ്യവർത്തി നയം, ഒരുമയുടെ നയം, പരസ്പരം യോജിക്കുന്നതിന്റെ നയം, സ്വന്തം തെറ്റുകളെയും സ്വന്തം ശരിയല്ലാത്ത നിലപാടുകളെയും ചൂണ്ടിക്കാണിക്കുന്ന നയം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരണം. നമ്മുടെ എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആദരണീയരായ തങ്ങൾ കുടുംബം ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശിവഗിരി മഠം ആകട്ടെ, അല്ലെങ്കിൽ NSS ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സഭകളാകട്ടെ, നമ്മുടെ സഭയിലെ മുതിർന്നവരെല്ലാം അങ്ങനെ ഒരു സമീപനമാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സംസ്കാരം നമ്മൾ കുറെ കൂടെ സോഷ്യൽ മീഡിയയുടെ അടക്കം കാലഘട്ടത്തിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ആശയം മുമ്പോട്ട്